ഇനി നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷനെ എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ പ്രത്യേകത അറിയാലോ, കാരണം അതിലാരൊക്കെയാണുള്ളത്? ഒരു നാച്ചുറൽ നമ്പറും അതുപോലെ തന്നെ ഒരു സാധാരണ ഭിന്നസംഖ്യയാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2/1/4 അതായത് 2/4 പ്ലസ് 3/5. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കലും മിക്സ്ഡ് ഫ്രാക്ഷനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെ നമ്മൾ മാറ്റുക? നോർമലായിട്ട് 2/4 പ്ലസ് 1/4. ഓക്കെ, 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 8ലേക്ക് 1 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വന്നത്? 9/4 വന്നു. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ അടുത്ത ചോദ്യത്തിനെയും കൂടെ ഇതേപോലെ മാറ്റുകയാണ്. 3 × 5 പ്ലസ് 3/5. ഓക്കെ, 3 × 5 15. 15 പ്ലസ് 3/5. 15 പ്ലസ് 3 18/5. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ആൻസേഴ്സ് ഇവിടെ കിട്ടി. അതായത് നമ്മൾ 2 സംഖ്യകളെ നമുക്ക് എന്തിൽ കിട്ടി? ഇവിടെ വിഷമ ഭിന്നസംഖ്യയിൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് നമുക്ക് കിട്ടി. ഇനി നോർമലായിട്ട് നമ്മൾ 9/4 പ്ലസ് 18/5. ഓക്കെ, ഇത് ചെയ്യാണ് വേണ്ടത്. ഇത് ചെയ്യുന്ന മെത്തേഡ് നമുക്കൊക്കെ ഈസിയാണ്. എന്താണ്? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ചെയ്യേണ്ടത്. 9 × 5. ഓക്കെ, നമ്മുടെ നടുവിലുള്ള ചിഹ്നം പ്ലസ് ആണ്. പ്ലസ്സിന് അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ടോ 18 × 4/4 × 5. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനുള്ള ആൻസർ ആയിരിക്കും. 9 × 5 45 ആണ്. പ്ലസ് 18 × 4 നമുക്ക് വർക്കിംഗ് കോളത്തിലിട്ടൊന്ന് ചെയ്ത് നോക്കാം. 4 × 8 32, 3 1 4 4 72. ഓക്കെ, 72 നമുക്ക് കിട്ടി. ഇനിയോ 4 × 5 20. 45 പ്ലസ് 72. 45 പ്ലസ് 72 7. 4 പ്ലസ് 7 11. 117/20 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ കിട്ടിയ ആൻസർ. ഇനി നമ്മളിതിനെ എന്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്? നമുക്ക് ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ നമ്മളെന്താണ് ചെയ്യാറുള്ളത്? ഡയറക്റ്റ് ഹരിക്കുകയാണ് ചെയ്യുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. 117/20. ഓക്കെ, അപ്പം നമുക്കറിയാം 100ൽ 20 എത്ര തവണ പോകും? ബിവിയസ്ലി 5 തവണ അത് പോകും. ഓക്കെ, 5 × 20 100 കിട്ടും. ഓക്കെ, 117 100 കുറച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എത്രയാണ്? 17. നമ്മൾ ആരാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം വേണ്ടത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള 3 ആളുകളെ നമ്മൾ അതിന് എടുക്കേണ്ടത്. അതൊക്കെയാണ് നമ്മൾക്കുള്ള ഉത്തരം. അതിന് നമ്മൾ ആദ്യം എഴുതണം. പിന്നെ വരുന്ന റിമൈൻഡർ രണ്ടാമത് എഴുതണം. പിന്നെ ആരെ കൊണ്ടാണ് നമ്മൾ ഹരിക്കാൻ ഉപയോഗിച്ച് അതിനെ മൂന്നാമത് എഴുതണം. അപ്പോൾ എങ്ങനെയാണ്? 5 17/20. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഈസിയാണ്, സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? നമ്മളുടെ ചോദ്യം ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റി? നമുക്ക് ഒരു ഇംപ്രോപ്പർ മിക്സ്ഡ് ഫ്രാക്ഷനിൽ ഉണ്ടായിരുന്ന ചോദ്യത്തിന് നമുക്ക് കിട്ടിയ ആൻസറിന് തിരിച്ച് നമ്മൾ എന്തിലേക്ക് തന്നെ കൊണ്ടുവന്നു? ഒരു മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഞാൻ സ്റ്റെപ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പം അതെല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് രണ്ടാമതൊരു എക്സാമ്പിൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. 8 3/2 പ്ലസ് 9 2/5. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ചോദ്യത്തിനെയും നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഈ മിക്സ്ഡ് ഫ്രാക്ഷനിലാണുള്ളത്, അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 8 × 2 പ്ലസ് 3
ബൈ 2. ഓക്കെ, 8 ഇൻറ്റു 2 16, 16ലേക്ക് 3 കൂട്ടി കഴിഞ്ഞാൽ 19, 19/2 നമുക്ക് കിട്ടും. ഇനി മറ്റേതോ 9 ഇൻറ്റു 5 45, 45ലേക്ക് 4 കൂട്ടി കഴിഞ്ഞാൽ 49/5 കിട്ടും. ഓക്കെ, അപ്പോൾ 19/2ഉം 49/5 ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷനുള്ള ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നോർമലായിട്ട് നമ്മൾ അഡീഷൻ നടത്തുക. എങ്ങനെയാണ്? 19/2 പ്ലസ് 49/5. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ മെത്തേഡ് എങ്ങനെ തന്നെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. 19 ഇൻറ്റു 5, 9 ഇൻറ്റു 5 45, ശിഷ്ടം 4, 1 ഇൻറ്റു 5, 5 5ലേക്ക് 4 കൂട്ടി കഴിഞ്ഞാൽ 9. ഓക്കെ, 95 പ്ലസ് 49 ഇൻറ്റു 2. ഓക്കെ, 2 ഇൻറ്റു 9 എത്രയാണ്? 18, ശിഷ്ടം 1, 2 ഇൻറ്റു 4 8, 8ലേക്ക് 1 കൂട്ടി കഴിഞ്ഞാൽ 9, 98 ബൈ 2 ഇൻറ്റു 5 10. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 98 പ്ലസ് 95, 8 പ്ലസ് 5 എത്ര കിട്ടും? നമുക്കറിയാം 13 കിട്ടും. ശിഷ്ടം 1, 9 പ്ലസ് 9 18 പ്ലസ് 1 19. ഓക്കെ, 193/10 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരാണ് വേണ്ടത്? നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് നമ്മളിതിനെ മാറ്റിയാണ് വേണ്ടത്. അല്ല, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാണ് നമുക്കുള്ളത്. നമ്മൾ അതിനെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. ഓക്കെ, മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഈസിയാണ്. നമ്മളതിനെ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 193/10, അതായത് 193 ഹരിക്കണം 10. നമുക്കറിയാം വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 190 നമുക്കറിയാം 10 എത്ര തവണ പോകും? 19 തവണ പോകും. ഓക്കെ, 19 ഇൻറ്റു 10 190. ശിഷ്ടം ആര് വന്നു? റിമൈൻഡറായിട്ട് 3 വന്നു. നമ്മളിവിടെ എടുക്കേണ്ടത് ആരൊക്കെയാണ്? ഉത്തരത്തിന് എടുക്കണം, റിമൈൻഡറിന് എടുക്കണം, ഹരിക്കാൻ ഉപയോഗിച്ച് സംഖ്യന് എടുക്കണം. ഒരു 3 പേരും കൂടി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 19/3/10 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യത്തിന് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയത് 19/3/10. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് തരുന്ന 2 പേരും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 8:45 9:45 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കൂട്ടാൻ പോവാണ്. അല്ലെങ്കിൽ പോട്ടെ 19:45, 8:45 പ്ലസ് 19:45. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ആര് സെയിം ആണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിനോമിനേറ്ററിന് അതുപോലെ തന്നെ എഴുതിയിട്ട് ബാക്കി ആളുകൾ എന്ത് ചെയ്താൽ മതി? നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ഒരു കണ്ടീഷനിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ മാത്രം എഴുതിയിട്ട് മുകളിലുള്ള ആളുകളെ കൂട്ടി വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ ഇതിനെ ആദ്യം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ മാറ്റുക. 4 ഇൻറ്റു 8 പ്ലസ് 3/4. ഓക്കെ, എന്താ കിട്ടും? 32. 4 ഇൻറ്റു 8 കിട്ടും. പ്ലസ് 3 കഴിഞ്ഞാൽ 35/4 കിട്ടും. ഓക്കെ, ഇനി അതേപോലെ 19 ഇൻറ്റു 4 നമുക്കൊന്ന് ചെയ്ത് നോക്കേണ്ടി വരും. 19 ഇൻറ്റു 4 എത്രയാണെന്നുള്ളത്? 4 9 36, ഇഷ്ടം 3, 1 9 9 4, 4ലേക്ക് 3 കൂട്ടി കഴിഞ്ഞാൽ 7, 76. ഓക്കെ, 76ലേക്ക് 19 ഇൻറ്റു 4 പ്ലസ് 3/4. അപ്പോൾ 76ഉം 3ഉം 79/4 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ 35/4 പ്ലസ് 79/4 ചെയ്യാം. ഇവിടെ ആര് സെയിമാണ്? ഡിനോമിനേറ്റർ സെയിമാണ്. 35 പ്ലസ് 79 നമ്മൾ ചെയ്യാം. 79 പ്ലസ് 35 എത്ര വരും? 9 പ്ലസ് 5 4, ശിഷ്ടം 1, 11 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ 114/4 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇസ് ദാറ്റ് ഓവർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇവിടുത്തെ ആൻസർ കൃത്യമായിട്ട് നമുക്ക് എന്തിൽ കിട്ടുന്നുണ്ട്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ വ്യക്തമായിട്ട് നമ്മൾ എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട്? മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ 114/4 114/4 നമ്മൾ എന്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക്
മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് അതുവരെ പോകേണ്ടത്. 114 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യം എന്താ 11 നമുക്കറിയാം എത്ര തവണ പോവും? 4. 11 4 2 തവണ പോകും. 2 4 8, 11 8 കുറച്ച് കഴിഞ്ഞാൽ 3. ഓക്കെ, 34 4 എത്ര തവണ പോകും നോക്കുക. 34 നമുക്കറിയാം 8 തവണ പോകും. 8 × 4 32. ശിഷ്ടം വന്ന ആളാരാണ്? 2. ഓക്കെ, നമ്മൾ അവസാനം വന്ന് നമ്മളുടെ ശിഷ്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളുടെ ചോദ്യത്തിന് നിർത്തുക. ഓക്കെ, പിന്നെ നമ്മളുടെ ആൻസർ എത്രയാണ്? 28 കിട്ടും. എന്തിനെ കൊണ്ടാണ് നമ്മൾ ഹരിച്ചത്? 4നെ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് വരിക? 28 2/4 എന്നുള്ളൊരു ആൻസറിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഫ്രാക്ഷൻ ഓഫ് അഡീഷൻ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ ഒരു ഫ്രാക്ഷണൽ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂട്ടുന്ന രീതി ഈ പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ വെക്കുന്നുണ്ട്. ഇനി ബാക്കി എക്സാമ്പിൾസൊക്കെ നമ്മുടെ വർക്ക്ഷീറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ.